എല്ലാവർക്കും നമസ്തേ. നമ്മുടെ കോട്ടയം ആസ്ഥാനമായുള്ള MG സർവകലാശാലയിൽ പ്രൊഫസർ ഡോക്ടർ മാവൂദിനെ വൈസ് ചാൻസലർ ആക്കിയപ്പോൾ മുതൽ കേരളത്തിലെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന, നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, പക്ക പക്ഷപാതപരമായി പെരുമാറുന്ന മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളും ഈ ചാനലുകളും വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? അയ്യോ, ദാണ്ടേ MG സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നു എന്നും പറഞ്ഞ് ഭയങ്കര ബഹളം, രോദനം. അവരുടെ രോദനം കാരണം നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത പോലുള്ള സങ്കടമാണ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രോദനം കേട്ട് അത് അല്പം തണുത്തുകൊണ്ടിരുന്നപ്പോൾ അതാ വരുന്നു അടുത്ത നിലവിളി. അതെന്താണെന്നറിയോ? വിഷയ വിദഗ്ധരുടെ പട്ടിക വൈസ് ചാൻസലർ വെട്ടിയെന്ന്. അതിൽ ആ മാതൃഭൂമിക്കകത്തിലൊരു വാർത്തയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന MGയിലെ താൽക്കാലിക അധ്യാപക നിയമനം, വിഷയവിദഗ്ധരുടെ പട്ടിക വൈസ് ചാൻസലർ വെട്ടി. വിവിധ പഠന വകുപ്പുകളിലേക്കും സെൻറ്ററുകളിലേക്കുമുള്ള താൽക്കാലിക അധ്യാപക നിയമന അഭിമുഖം നടത്താൻ വകുപ്പ് മേധാവികൾ നൽകിയ വിഷയവിദഗ്ധരുടെ പട്ടിക വൈസ് ചാൻസലർ അവഗണിച്ചു. താൽക്കാലിക അധ്യാപക നിയമനത്തിന് അഭിമുഖത്തിന് സംഘപരിവാർ സംഘടനകളുടെ ചുമതലക്കാരായി വിവിധ കോളേജുകളിൽ ജോലി ചെയ്തു വരുന്ന നിശ്ചിത യോഗ്യതയില്ലാത്തവർ, അവർ കണ്ടെത്തിയതാണ്, അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവർക്ക് നിശ്ചിത യോഗ്യതയില്ലെന്ന്. യോഗ്യതയില്ലാത്ത അധ്യാപകരെ വൈസ് ചാൻസലർ ഉൾപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട്. ആക്ഷേപം ആർക്കാ? ഇതുപോലുള്ള ഈ മാധ്യമങ്ങൾക്കാണ് ആക്ഷേപം. അല്ലാതുള്ള വിദഗ്ധർക്ക് ആക്ഷേപമില്ല, മറ്റാർക്കും ആക്ഷേപമില്ല, വിദ്യാർത്ഥികൾക്കും ആക്ഷേപമില്ല. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുക. ഈ രാജ്യസ്നേഹികളെയും ഈ നമ്മുടെ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഇതേപോലുള്ള സ്ഥാനങ്ങളിൽ എത്തിച്ചാൽ ഇവർ നിലവിളിക്കുന്നതിൻ്റെ കാരണം, ഇന്ന് വരെ നമ്മുടെ കേരളത്തിലെ വിവിധ സർവകലാശാലകൾ, അതിന് മാറ്റം വരാൻ തുടങ്ങിയത് ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണറായതിന് ശേഷമാണ്. അതിനെ തുടർന്ന് ഇപ്പോഴത്തെ ആർലേക്കർ, ഇപ്പോഴത്തെ നിലവിലെ ഗവർണർ, അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും രാഷ്ട്രബോധത്തിലോ രാഷ്ട്രസ്നേഹത്തിലോ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ആർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാനെ തുടർന്ന് നമ്മുടെ കേരളത്തിൽ ഗവർണറായി. അതോടുകൂടി ഇവരുടെ എല്ലാ കള്ളക്കളികളും ഏകദേശം ഈ സർവകലാശാലകളെ ഈ രാജ്യത്തിന് നമ്മുടെ ദേശവിരുദ്ധരാക്കാനുള്ള ശ്രമമായിരുന്നില്ല, ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, അടുത്ത കാലം വരെ ആരായിരുന്നു നമ്മുടെ സർവകലാശാലകളെ ഭരിച്ചിരുന്നത്? പക്ക ചെങ്കോണകം, അരിവാളും ചുറ്റികയെ ആലേഖനം ചെയ്ത ചെങ്കോണവും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിരുന്ന പക്ക രാജ്യവിരുദ്ധർ, അവരെ ദേശദ്രോഹികളെന്ന് തന്നെ നമുക്ക് വിളിക്കാം, അത്തരക്കാരായിരുന്നു ഇതുവരെ സെനറ്റായാലും ഭരിച്ചിരുന്നതും ഈ സർവകലാശാലയുടെ തലപ്പത്ത് വന്നുകൊണ്ടിരുന്നതും. എന്നും രാജ്യത്തെ ചൈനയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ വേണ്ടി നടക്കുന്ന ഈ രാജ്യദ്രോഹികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവരായിരുന്നു നമ്മുടെ സർവകലാശാലകൾ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് മാറ്റം വരാൻ തുടങ്ങിയത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലം തൊട്ട്. അദ്ദേഹം ഇവരുമായിട്ട്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ട് ഒരുപാട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന സമയത്ത് എന്താണ് തീർത്തും ഇതിനെ ഈ CPM ക്രിമിനലുകളെ, ഗുണ്ടകളെ ഓരോ സ്ഥാനത്ത്, ഇതേപോലുള്ള പ്രധാനപ്പെട്ട സ്ഥാനത്ത് സെനറ്റിലേക്കായാലും ഒക്കെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് നടപടിയെടുക്കാനും പ്രതികരിക്കാനും തുടങ്ങി. ഇവർ കൊടുക്കുന്ന പല പട്ടികയും അദ്ദേഹം അംഗീകരിക്കാതായി. അങ്ങനെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ
എന്നും ഒരു സംഘർഷം, ഒരു പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. അതോടുകൂടി ഇദ്ദേഹത്തെ വഴിയിൽ വരെ തടഞ്ഞാക്രമിക്കാനുള്ള ശ്രമമാണ് CPM-കാർ നടത്തിയത്. DYFIയുടെ SFIയുടെയും ഗുണ്ടകൾ അദ്ദേഹത്തെ വഴി തടയുകയും വലിയ വിഷയങ്ങളുടെ ഗവർണർ റോഡിൽ കടയ്ക്കരിയിൽ ഒരു കടയിൽ കസേരയിട്ടിരുന്ന് പ്രധാനമന്ത്രിയെ വരെ വിളിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പുതിയ ഗവർണർ വന്നു. അദ്ദേഹം ഇതിനെക്കാട്ടിൽ ശക്തമായിട്ട് ഈ ചെങ്കോണകം പൊക്കിപ്പിടിച്ച് രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, രാജ്യത്തെ ചൈനയുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്ന ഈ തെമ്മാടികളെ അടുപ്പിക്കാതായി. അതിൽ സഹിഷ്ണുത ഒട്ടുമില്ലാത്തവർ, അസഹിഷ്ണുക്കളായിട്ടുള്ള സഖാക്കൾ എന്ന് വെച്ചാൽ അവർക്ക് വളരെ വലിയ തിരിച്ചടിയല്ലേ ഉണ്ടാകുന്നത്. ഈ ചുമപ്പുവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ചൈനവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സ്ഥാനങ്ങൾ എല്ലാം ഈ നമുക്കറിയാം. സർവകലാശാല ഇങ്ങനെ രാജ്യവിരുദ്ധരുടെ ഭരണത്തിൽ കീഴിൽ വന്നാൽ എന്തായിരിക്കും ഗതി? അടുത്ത് വരുന്ന തലമുറകളുടെ ഉള്ളിലേക്ക് ആ രാജ്യവിരുദ്ധതയായിരിക്കും ഇവന്മാർ കുത്തിവയ്ക്കുന്നത്. അതിന് തടയിട്ടുകൊണ്ട് ഈ രാജ്യത്തെ സംസ്കാരത്തിലും ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും നിലകൊള്ളുന്ന വിദഗ്ധരെ വൈസ് ചാൻസലറും അതേപോലെ തന്നെ സെനറ്റിലേക്കും വിവിധ അധ്യാപക നിയമനങ്ങളിലേക്കുള്ള വകുപ്പ് മേധാവികളുടെയൊക്കെ നിയമനത്തിനുള്ള സമിതികളിലേക്കും നിയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നിലവിളിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവനൊക്കെ എത്ര നിലവിളിച്ചിട്ട് എന്താണ് കഥ? എന്താണ് കാര്യം? ചാനലുകളിൽ ദിവസവും ചർച്ച, പത്രങ്ങളിൽ ഇതേപോലുള്ള വാർത്തകൾ, ഈ മാതൃഭൂമി, മനോരമ പോലുള്ള ദേശവിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങൾ, അവർക്ക് ഈ ചൈന പക്ഷപാതികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളോടൊപ്പം നിൽക്കണം, അങ്ങനെയുള്ളവരെ സൂചിപ്പിക്കണം. അതിനുവേണ്ടി വാർത്ത പടച്ചു വിട്ട് ഈ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഈ പത്രം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പത്രങ്ങളെ നമ്മൾ ദേശവിരുദ്ധ മാധ്യമങ്ങളെന്നേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിനും ഒക്കെ തടയിടാനാണ് ഇത്തരം മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അവരിങ്ങനെ നിലവിളിച്ചാൽ അത് ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഈ വിദ്വാൻമാരറിയുന്നില്ല. അത് തന്നെയുമല്ല, ഈ മാധ്യമങ്ങൾ അവരേതാണ്ട് വലിയ സംഭവമാണ്, നമ്മുടെ രാജ്യത്തിനെക്കാട്ടി വലുതാണ്, അവർക്കെന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു നിലപാടും ഒരു വിചാരവുമാണ് ഈ മാധ്യമങ്ങൾക്കുള്ളത്. അവർ ഇതേപോലെ കിടന്ന് ഈ വ്യാജ പ്രചരണം നടത്തിയാലും ഒന്നും അതിനൊരു ഫലമുണ്ടാകില്ല. ഇവരുടെ വിചാരം, ഇങ്ങനെ നിരന്തരം വ്യാജ പ്രചരണം നടത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ആ ഒരു മുന്നോട്ട് പോക്കിന് സഹായകരമായി നിൽക്കുന്നവർ, അല്ലെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവർ, ഈ സ്ഥാനത്ത് വന്നവരൊക്കെ ഒന്നിൽ രാജിവെച്ചു പോവും, അവരെ അല്ലെങ്കിൽ മാറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിനാണ് ഈ മാധ്യമങ്ങൾക്കുള്ളത്. അതൊട്ടും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകും. ഇവരല്ല രാജ്യത്തെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ, ഈ മാധ്യമങ്ങളല്ല ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് നിശ്ചയിക്കേണ്ടത്, അതിൻ്റെ ഗതി നിർണ്ണയിക്കേണ്ടത്, രാജ്യം ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത് ഇവരല്ല എന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് അധികം താമസിക്കാതെ മനസ്സിലാകും. ഇപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഈ അരിവാളും ചുറ്റി ആലേഖനം ചെയ്ത ചെങ്കോണകം പൊക്കിക്കൊണ്ട് നടന്നവരല്ല ഇപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യം ഭരിക്കുന്നതിൽ എന്നുള്ള ഒരു ബോധം എന്തായാലും ഇവർക്കുണ്ടായിട്ട്. നേരത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഈ ചെങ്കോണകം മനസ്സിൽ കൊണ്ട് നടക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുണ്ടായിരുന്നു ഈ കോൺഗ്രസ്സിൽ. ഈ അധികാരത്തിന് വേണ്ടി ഇവരോടൊപ്പം നിൽക്കുന്നത് മിക്ക കോൺഗ്രസ് നേതാക്കളുടെയും ഉള്ളിലെന്ന് പറഞ്ഞ ചെങ്കോണകത്തിൻ്റെ ആശയമാണുള്ളത്. അങ്ങനെയുള്ളവരല്ല ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും
ഒക്കുമെങ്കിൽ ഒക്കട്ടെ എന്നുള്ള രീതിയിൽ ഇവർ പരമാവധി വ്യാജ പ്രചരണം നടത്തിയും ഈ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തിയും ഈ ഗവൺമെൻറ്റിൻ്റെ ശരിയായ നിലപാടുകളെ ഏതൊക്കെ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ തെറ്റായി അവതരിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്ക മാധ്യമങ്ങളും. അത് ഇവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തിയാൽ ജനങ്ങൾ അവരോടൊപ്പം നിന്നിട്ട് ഈ സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് പ്രതികരിക്കും, അല്ലെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും, അല്ലെങ്കിൽ ജൻസി കലാപം ഉണ്ടാകും എന്നൊക്കെയാണ് ഈ വിദ്വാന്മാരുടെ വിചാരം. നമ്മുടെ ഭാരതം ഇപ്പോൾ ഭരിക്കുന്നത് ഭാരതത്തെ മാതാവായി, ഈ ഭൂമിയെ മാതാവായി കരുതി സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ആൾക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അമ്മയും ജനിച്ച നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് കരുതുന്നവരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അല്ലാതെ ചൈനയാണ് ജനിച്ച ഭൂമിയെക്കാളിലും സ്വന്തം മാതാവിനേക്കാളിലും മഹത്തരമെന്നും ഏറ്റവും വലുതും എന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ അല്ല ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ ഒന്നും ഈ കുത്തിത്തിരിപ്പുകൾ ഒട്ടും വില പോയില്ല എന്നുള്ളതാണ് സമീപകാലത്ത് നടക്കുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതിന് വിരുദ്ധമായിട്ട് ചില സംസ്ഥാനങ്ങൾ മാത്രം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ മാത്രം ഇതിന് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് കരുതി ഇവിടെ കിടന്ന് ചലിക്കുന്ന ഈ മാധ്യമങ്ങൾ കണ്ണു തുറന്ന് കേരളത്തിന് വെളിയിലോട്ട് നോക്കുക, എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്നേരമേ നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. മനസ്സിലാക്കി അതനുസരിച്ച് അവർ നിഷ്പക്ഷമായിട്ട് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന പോലെ നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം അവർ നടത്തിയാൽ അവർക്ക് തന്നെ നല്ലത്. പിന്നെ മനോരമയുടെയൊക്കെ കാര്യം വരെ നമുക്കറിയാമല്ലോ. ജയന്ത് എന്ന് പറയുന്ന ഇതിൻ്റെ മുതലാളിമാരുള്ള ഒരാളായ ജയന്ത് ആരാണ്? അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ ഉള്ള ഒരാരോപണമുണ്ട്. ആരോപണം ആയിരിക്കാൻ വഴിയില്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. ചുമ്മാതെ എന്തായാലും കാര്യമില്ലാതെ ആരും ഒരു ആരോപണം നടത്തത്തില്ല. പിന്നെ തന്നെ ആ കുടുംബത്തിൽ തന്നെ ഒരു പാകിസ്ഥാൻ പൗര വിവാഹം കഴിച്ചുകൊണ്ടിട്ടുണ്ടെന്നും ഇങ്ങനെ അടുത്ത കാലത്ത് മാധ്യമങ്ങളിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മനോരമ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിന്, ഭാരതം ഭരിക്കുന്ന സർക്കാരിനെതിരായി നിലപാടെടുക്കുന്നതെന്ന് നമുക്കറിയാം. ഭാരതത്തിനെതിരെ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഭാരതത്തിനെ തകർക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ നിൽക്കുന്ന ഒരു മാനേജ്മെൻ്റാണ് നമ്മുടെ മനോരമയുടേതെന്നറിയാം. മാതൃഭൂമി ഇപ്പോൾ പണ്ട് VK കൃഷ്ണമേനോനെ പോലുള്ള മഹാരഥന്മാർ ഇതിനെ നയിച്ചിരുന്നു. അത് കഴിഞ്ഞ് വീരേന്ദ്രകുമാറിൻ്റെ കയ്യിലേക്ക് എത്തിയപ്പോഴാണല്ലോ ഈ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ ചിന്താഗതി കാരണം ഈ മാതൃഭൂമിയുടെ ലക്ഷ്യവും പണ്ടുണ്ടായിരുന്ന പാരമ്പര്യത്തിനൊക്കെ നേരെ വിരുദ്ധമായിട്ട് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയം പിന്തുടരുന്ന രീതിയിലുള്ള ചൈനീസ് ആശയം പിന്തുടരുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മാതൃഭൂമിക്ക് മാറ്റം ഉണ്ടായത് എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളൊക്കെ എത്ര ഇവിടെ കിടന്ന് ബഹളം വെച്ചാലും അല്ലെ പ്രചരണം നടത്തിയാലും ഈ രാജ്യത്തിനൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഈ രാജ്യം ഭരിക്കുന്നവരുടെ നിലപാടുകൾ മാറാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതനുസരിച്ച് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ BJP പിന്തുണയ്ക്കേണ്ട, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ പിന്തുണയ്ക്കേണ്ട, പക്ഷേ എതിർക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾ നിഷ്പക്ഷമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ അത്രയും നല്ലത്. ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകാതിരിക്കാൻ അതായിരിക്കും ഏറ്റവും നല്ല മാർഗം എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.